നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മറ്റുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഫേസ് ഓഫ് മെഡിറ്റേഷൻ. നമ്മൾ കുട്ടിക്കാലം തൊട്ട് നമ്മൾ ഈ ഫസ്റ്റ് ഫേസ് ഓഫ് മെഡിറ്റേഷൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണെന്നല്ലേ, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ടീച്ചർ എന്താണ് നമ്മളോട് പറയുന്നത്, ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കും, മറ്റൊന്നും ചിന്തിക്കാതെ എന്താണോ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കൂ എന്നാണ് ടീച്ചർ പറയുന്നത്. നമ്മൾ എക്സാം എഴുതുമ്പോൾ അതായത് 3 മണിക്കൂറിൻ്റെ എക്സാം ആയിക്കോട്ടെ, 1 മണിക്കൂറിൻ്റെ എക്സാം ആയിക്കോട്ടെ, നമ്മൾ ഈ 1 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ എക്സാം കഴിയുന്നത് വരെ നമ്മൾ മറ്റൊന്നും ചിന്തിക്കാതെ നമ്മൾ എക്സാമിൽ എന്താണോ എഴുതേണ്ടത് അത് മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ എഴുതിയാലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. നമ്മളൊരു കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കുക, നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ആ ഡ്രൈവിങ്ങിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. നമ്മളെ കോൺസെൻട്രേഷൻ നമ്മൾ ഡ്രൈവിങ്ങിലായിരിക്കും കൊടുക്കുന്നത്, നമ്മളെ റോഡിലായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ മറ്റെന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരുന്ന എന്തായിരിക്കും അവസ്ഥ? മറ്റുള്ള ചിന്തകളെല്ലാം മാറ്റി നിർത്തി നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങൾ പോലും അറിയാം, നിങ്ങൾ ഈ ഫസ്റ്റ് ഫേസ് ഓഫ് മെഡിറ്റേഷൻ ഇത്രയും നാൾ ചെയ്തുകൊണ്ട്, അത് പഠിക്കുന്ന കുട്ടികൾക്കായാലും ജോലി ചെയ്യുന്നവർക്കായാലും എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കായാലും എക്സാം എഴുതുന്ന ആൾക്കാർക്കായാലും എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആണ്. നമ്മൾ അതിനപ്പുറം നമ്മുടെ മനസ്സിനെ കാമാക്കി നമ്മളൊരു ഒന്നുമില്ലായ്മയിൽ, അതായത് എംപ്റ്റിനെസ്സിൽ നമ്മൾ അവയർനെസ് നിലനിർത്താൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതാണ് സെക്കൻഡ് ഫേസ് ഓഫ് മെഡിറ്റേഷൻ. അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൈൻഡിൽ നമ്മൾ എംപ്റ്റിനെസ്സിൽ ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ എത്ര പെട്ടെന്ന് ഒരു തോട്ട് ഇടിച്ചു കയറി വരുന്നത്, ആ തോട്ടിൽ നിന്ന് നമ്മൾ അടുത്ത തോട്ടിലേക്ക് ജമ്പ് ചെയ്ത് പോവുകയാണ്. നമ്മൾ ആ ഒരു എംപ്റ്റിനെസ് നമ്മൾ അവിടെ വാനിഷായി പോവുകയാണ്. അത് എത്ര പെട്ടെന്നാണ്, എത്രമാത്രം ചലഞ്ചിങ് ആണ് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. ഇപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വെറുതെ കണ്ണടച്ചിരിക്കുന്നത് മാത്രമല്ല. ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ട് പ്രസന്റ് ആകാൻ പറ്റും. അവിടെയാണ് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ട് പ്രസന്റ് ആകാനോ അതിൽ ഫോക്കസ് ചെയ്യാനോ കോൺസെൻട്രേറ്റ് ചെയ്യാനോ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് എൻ്റെ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്നാണ് സെക്ഷൻ എടുക്കും. ഞാനതിൽ ഒരാളുടെ മൈൻഡ് സെറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണം, മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണം, നിങ്ങൾക്ക് വേണ്ട കൗൺസിലിങ്ങും ഗൈഡൻസും എല്ലാം ഞാൻ പ്രൊവൈഡ്. കൂടുതൽ ഇൻഫർമേഷൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. ടിൽ ദെൻ, ദിസ് ഈസ് സൂരജ്. താങ്ക് യു. ബൈ.